എക്സൈസ് മന്ത്രിയുമായിട്ട് ആലോചിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അത് വളരെ നമ്മളിപ്പോൾ അത് എതിർക്കപ്പെടുന്നുണ്ട്. എക്സൈസ് മന്ത്രി തന്നെയും ചെന്ന് അദ്ദേഹത്തിന് അതിർത്തി അറിയിച്ചു എന്ന് പറയുന്നു. അത് സത്യത്തിൽ ഞെട്ടലുണ്ടാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഞെട്ടലുണ്ടാക്കുക എന്ന പ്രയോഗം തന്നെ ഇതിനോട് ചേർത്ത് വെക്കേണ്ടത്. കാരണം ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മദ്യ വിതരണത്തിൽ വലിയ പ്രകടമായിട്ടുള്ള മാറ്റം വരുന്ന, വിപണിയിലേക്ക് സംസ്ഥാനത്തെ മനുഷ്യർക്കുള്ള ഉപയോഗത്തിനായിട്ടൊരു പുതിയ തരം മദ്യ ബ്രാൻഡിനെ തന്നെ ഇറക്കി വിടുന്നൊരു സംഗതി ഒരൊറ്റ വ്യക്തി മാത്രമായിട്ട് എടുത്തു എന്നത് ഒട്ടും ഗുണകരമായിട്ടില്ല. അതും 35 ദിവസമേ ഉള്ളൂ എന്നാണ് ഇത് സംസ്ഥാന സർക്കാർ വന്നിട്ട്. അപ്പോൾ വി ഡി സതീശൻ എന്ന എനിക്കിതെല്ലാം അറിയാമല്ലോ എന്ന നിലയിൽ അദ്ദേഹം കയറിയിട്ട് അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ അത് വളരെ വളരെ മോശമാണ്. കാരണം ഒന്ന്, ആ പാർട്ടിക്കകത്ത് ആളോട് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ലയെന്നാണ് നമ്മൾ കെ സി വേണുഗോപാലിൻ്റെ വർത്തമാനത്ത് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിലും എതിർക്കാനൊന്നും പോയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം വലിയ പദവിയിരിക്കുന്ന ആളാണ്. പക്ഷേ ഒറ്റ വ്യക്തിയുടെ ചിന്തയിൽ മാത്രം വരേണ്ടുന്നൊരു കാര്യമല്ല. എന്തായാലും സംസ്ഥാനത്തെ മദ്യമേഖലയിലേക്ക് മദ്യ ഉപഭോക്താക്കൾക്കിടയിലേക്ക് ഒരു പുതിയ സംഗതി ഇറക്കി വിടുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിപ്പോൾ എക്സൈസ് മന്ത്രിയോടെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ അവർ കൂടിയാലോചന നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ കൂടിയാലോചന നടന്നിട്ടില്ല. ഇതിപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണമായിട്ട് കണ്ടത് ഇത് നികുതി ഏർപ്പാടാക്കിയത് മാത്രമല്ലേ ഉള്ളൂ എന്നാണ്. നികുതി ഏർപ്പാടാക്കൽ മാത്രമല്ല, ഇപ്പം വിപണിയിലേക്ക് പുതുതായിട്ടൊരു സംഗതി വരികയാണ്. ഇപ്പം കെ എൻ ബാലഗോപാൽ പറഞ്ഞ ആ വരിയോട് എനിക്കൊരു യോജിപ്പുണ്ട്. ഞാൻ ഒരു സമ്പൂർണ്ണ മദ്യവിരോധിയായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇത് ഓൾറെഡി ഇവിടെ മദ്യമുണ്ട്, ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് പിന്നെ ഒരു പുതിയ സംഗതിനെ ഇങ്ങോട്ട് ഇറക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. ആളുകൾ കുടിക്കുന്ന ആളുകൾ കുടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വർഷം നേരത്തെ പറഞ്ഞല്ലോ, അതായത് വി ഡി സതീശൻ്റെ ഐഡിയ അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീര്യം കൂടിയ മദ്യത്തോടുള്ള എവേർഷൻ, അല്ലെങ്കിൽ ആ വീര്യം കൂടിയ മദ്യം അല്ലാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് മാറിക്കോളും എന്നാണല്ലോ. അതിൻ്റെ ഒരു താല്പര്യം കുറയ്ക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കുഴപ്പം കുറയ്ക്കുകയാണ് ചെയ്യുക എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് സിഗരറ്റ് വലി കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് ചെയിൻ സ്മോക്കറായിട്ട് സിഗരറ്റ് വലി കുറക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെറിയ കോളേജൊക്കെ പഠിക്കുന്ന സമയത്താണ് സിഗരറ്റ് വലി കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിന് ഈ എന്താണ് എല്ലാ ദിവസവും ഓരോ ജിലേബി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുട്ടായി എന്തെങ്കിലും ഒരു മധുരമുള്ള വാങ്ങിച്ച് ഇതിനങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അയാൾക്ക് സിഗരറ്റ് വലിച്ചാൽ ഉടനെ ഒരു മുട്ടായി ഒരു ജിലേബി കഴിക്കേണ്ടുന്ന സ്ഥിതിയായി. എന്ന് വെച്ചാൽ സിഗരറ്റും വലിക്കണം, ഇതിപ്പോൾ 2 കാശ് പോകാൻ തുടങ്ങി. അപ്പോൾ സിഗരറ്റ് മാത്രം വലിച്ചുകൊണ്ടിരുന്നതാണ് നേരത്തെ, അതിൻ്റെ കൂടെ ഷുഗറും കൂടെ അങ്ങോട്ട് വരുന്ന അവസ്ഥ. അതുപോലെ ഇത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും എൻ്റെ ധാരണ, ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു തോന്നൽ, ഈ മദ്യ ഉപഭോഗം കുറയൊന്നുമല്ല ചെയ്യുക. ആളുകൾ ബാലഗോപാൽ പറഞ്ഞ പുതിയൊരു ഏരിയ കൂടെ തുറന്നിട്ട് അതുകൂടെ ചേർന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ വിപണിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊടുക്കുന്നത്. പിന്നെ LDF സർക്കാർ ഇത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ LDF സർക്കാർ ഈ പഴവും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ വിമർശമായിട്ട് അവർ പറയുന്നത് ഇത് സ്പിരിറ്റ് നിന്ന് തന്നെ ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യമാണ് എന്നാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ വി ഡി സതീശൻ എനിക്കിതെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അന്ന് പ്രഖ്യാപിക്കണം. അത് പറ്റില്ല. അതിപ്പോൾ അദ്ദേഹം 102 സീറ്റും വാങ്ങിയിട്ട് വന്ന ഒരു വലിയ പിന്നെ എന്താണ് ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ചാൽ തന്നെയും അത് പറ്റില്ല. ഇപ്പോൾ ഒരു 3 മാസത്തേക്കൊന്നും ഈ സർക്കാരിനെ വിമർശിക്കേണ്ട കാര്യം വരില്ല, അല്ലെങ്കിൽ വിമർശിക്കേണ്ടതില്ല, വിമർശിക്കരുത് എന്നാണല്ലോ നമ്മളൊക്കെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ധാരണയായിരുന്നു അതാണ്. അതായത് അങ്ങനെ ഒരു സർക്കാർ വന്നു, ഒരു 3 മാസമെങ്കിലും, അതും 10 വർഷത്തിന് ശേഷം വരുന്ന സർക്കാരാണ്. അവരോട് ജനത്തിന് വലിയ പ്രിയതയുള്ളതുകൊണ്ടാണ് ജനം അവരെ ഇത്ര വലിയ സീറ്റൊക്കെ കൊടുത്തിട്ട് വിജയിപ്പിച്ചത്. അപ്പോൾ ഇവരെ അങ്ങനെ വല്ലാതെ വിമർശിക്കാനൊന്നും പാടില്ല ഇത്ര 3 മാസക്കാലത്തേക്ക് എന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്തതാണല്ലോ. പക്ഷേ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? നമ്മുടേതായിട്ടുള്ള കുട്ടികളടക്കമുള്ള ആളുകളും പിന്നെ നമ്മൾ തന്നെയും ഉള്ള സ്ഥലത്തേക്ക് മദ്യം ഇങ്ങനെ വന്ന് പുതിയ ഒരു ഏരിയ വന്നിട്ട് തുറന്നങ്ങോട്ട് വിടുമ്പോൾ അതിനകത്ത് അവരെങ്കിലും ആലോചിക്കണ്ടേ? അവരെങ്കിലും ഇപ്പം മന്ത്രി എം ലിജുവിനോടൊന്ന് ആലോചിച്ചതിന് ശേഷം, കെ സി വേണുഗോപാലിനോടൊന്ന് ആലോചിച്ചതിന് ശേഷം പാർട്ടിയോട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ടിയോട് ആലോചിക്കുന്ന ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയോടൊന്ന് ആലോചിച്ചതിന് ശേഷം നമുക്ക് ഒരു പുതിയ ഏരിയ ഇങ്ങനെ തുറന്നു കിട്ടിയിട്ടുണ്ട്. സമ്പത്ത് ഇല്ല, ഒരുപാട് പണത്തിൻ്റെ കുറവ് നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമവായത്തിലെത്തിയിട്ട്, അല്ലാതെ സതീശൻ ഞാനൊരുപാട് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് എനിക്കങ്ങ് തീരുമാനിക്കാവുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല, നടപ്പാകില്ല എന്ന് അദ്ദേഹത്തോട് സംസ്ഥാനം പറയണം. കാരണം അങ്ങനെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് അങ്ങോട്ട് അടുപ്പേൽച്ചിട്ട് സമൂഹത്തിനകത്ത് മദ്യം അങ്ങോട്ട് ഒഴുകുന്നു എന്ന നില വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് തോന്നുന്നു അത് ആ നിലക്ക് ശക്തമായിട്ട് വിമർശനം വരും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാരിൻ്റെ തുടക്കത്തിലല്ലേ വല്ലാത്ത തോതിൽ വിമർശിക്കേണ്ടതില്ല എന്ന് സഭകളും മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് മൃദുവായിട്ടാണ് ആ വിമർശനം വന്നിട്ടുള്ളത്. പക്ഷേ കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അവർ അക്കാര്യം പറയുന്നത്.